മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു. ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു. നികുംബില പുക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും അരവും എടുത്തുകൊണ്ടെല്ലാവരുമായടുത്തു കവികളും. ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരി ചെറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണീ. വില്ലും ശരങ്ങളും കൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംബിലയാൾ തറമേലേറി നിന്നു ദശാനനപുത്രനും അന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടുകൊണ്ടത് തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീരാ, കഴിഞ്ഞീല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയം അടുത്തീതിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങളെയ്തിടിനാൻ. അപ്പോൾ കഴുത്തിയിലെടുത്തു മരുൾ സുതൻ ഉൽപ്പന്നമോദം കുമാരനീ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പൃഥിവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാനാസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയുക നീ. വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചുകൊള്ളുവൻ ഇന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതേതു മുറിച്ചു കളഞ്ഞത് ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹു പരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും. കണ്ടുകൊള്ളുകല്ലായിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെയുടൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും. 100 ശരമെയ്തു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വിത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായിതു നക്തഞ്ചരനും സുമിത്രാതനയനും. പാരം അടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തൻ്റെ തലയും മുറിച്ചതീ സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപം എടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനന്നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റം അടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കു തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരും അറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിടന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ളവോരുണ്ടായതില്ലിനി ഉണ്ടാകയുമില്ല. കണ്ടാലും ഈദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം.
വാസരം മൂന്നു കഴിഞ്ഞോരനന്തരം വാസവദേവതമസ്ത്രം കുമാരനും രാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംബൂരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാൻ അതു ചെന്നു ഭക്തി കണ്ടാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തര തൂണിയിൽ വന്നു പുക്കൂശരം ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ അമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തകം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ പുഷ്പങ്ങളും പരിശിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുബീനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനും അന്നേരം ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ ഗാഠമായി ആലിംഗനം ചെയ്തു രാഘവൻ ഉടമോദം മുകർന്നിടിനാൻ മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയുക നീ ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും രാവണവിലാപം ഇത്തമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതീ ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ ആഹാ കുമാര മണ്ഡോദരീ നന്ദന ആഹാ സുകുമാര വീര മനോഹര മത്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതോ ദുഃഖമേതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായതു നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണം എന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖം അടങ്ങുകയില്ലമേ ഗർഗവുമോങ്ങി ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു വിധയായത്രയും വേപതൂഗാത്രിയായി ആ രാമ രാമ രാമേതി ജപത്തോടും ആ രാമദേശേ വസിക്കും ദശാന്തരെ ബുദ്ധിമാനായ സുവാർശൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ ബ്രഹ്മകുലത്തിൽ ജനിച്ച് ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിന്നാവതല്ലോർക്കിൽ ഗുഹനും അനന്തനും ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ധ്യനാം പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ വേദവിദ്യാവ്രതസ്നാന പരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരെ നന്നു നന്നത്രയും ഓർത്തു കൽപ്പിച്ചതും സ്ത്രീപദമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം രാത്രിഞ്ചരേന്ദ്രപ്രവരാ പ്രഭോ മയാ സാർദ്ധം വിരവോടു പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകീദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക നീതിമാനായ സുപാർശൻ പറഞ്ഞതു യാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും മന്നവൻ തന്നോട് എതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം
പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തേതു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതീ ഭീരുവായി ലങ്കാപുരം പൊക്കനന്തരം. രാവണൻ്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനനായി നിന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയാം മർക്കട വീരരും മർക്കാനയോദ്ഭൂതനാകിയ രാമനും ഒക്കെയൊരുമിച്ചു വാരിധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാകിയായിതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായിതു സദ്ഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാൽ ഇതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രം ഒരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലെ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൾ നിനക്കെടോ. വിഘ്നം വരാതെ കഴിഞ്ഞു കൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീര ചാപാശ്വരതാദികൾ വാനവരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊൾകെന്നോടു സാദരം മന്ദരമെന്നിയേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഹവ്യഗവ്യാധിഹോമായ ദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനം അകം പൂക്കു ശുദ്ധനായി. ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉത്തിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ. ഹോമം കഴിഞ്ഞുകൂടിയിടുകിൽ എന്നുമേ നാം അവനോടു തോറ്റിയിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സമോദമാശു കപികുലവീരരെ. ശ്രീരാമസുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുത പുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറി കടന്നങ്ങു രാവണ മന്ദിരം പൊക്കു. പുരപാലകന്മാരെയും കൊന്നു മർക്കട വീരരൊരുമിച്ചനാകുലം. വാരണവാജി രഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യഹോമസ്ഥലം. വ്യാജാത്സരമാ നിജകരസംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണമാമയ ഹീനം പൊടിപെടുത്തങ്കദൻ. തത്ര ഗുഹയിൽ അകമ്പുക്ക നേരത്തോ നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികേ. മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുമാ പുണ്യജനാധിപനെ കണ്ടു വാനരർ. താടിച്ചു താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാരസഞ്ചയം കുണ്ഡത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യേലിരുന്ന മഹാസുവം പാവനീ ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൻ. അതുകൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിസ്ത്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര. മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കപീവരർ എന്നെ തലമുടി ചുറ്റി പിടിപെട്ടു. പാരിൽ ഇഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമോർക്കിൽ ജളമതേ. എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ.
ജീവിതാശാദേ വലിയസി മാനസേ ഹാ വിധി വൈഭവം എത്രയും അത്ഭുതം. അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്നവളെ പിടിച്ചത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവന്നു തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താൻ അതു കണ്ടു തുങ്ക ശരീരികളായ കവികളും. രാത്രിഞ്ചരേശ്വര പത്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നീടിനാർ. ഹോമമശേഷം മുടക്കി ഭയമെന്നു രാമാതികെ ചെന്നു കൈതൊഴുതീടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാദേധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ, ജ്ഞാനവിനാശനം ശോകമറിയുക നീ. അജ്ഞാനസംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും. നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാനസംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധലോപമോഹസ്പൃഹാരാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും. അജ്ഞാനമെല്ലാം അകലെ കളക നീ. ജ്ഞാനസ്വരൂപനാത്മാ പരനദ്വയൻ ആനന്ദപൂർണസ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗം, അതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലവേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലാകിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടുകൂടവേ. പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൾ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാൻ അരുതാർക്കുമേ ലോകത്രയത്തിങ്കലിന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും. ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വത മനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നം 1,00,000 യോജന വിസ്തൃതമായൊരു കൂർമ്മമായി. ക്ഷീരസമുദ്രമഥനകാലേ പുരാഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും. ഘോരനായൊരു ഹിരണ്യകശിപുതന്മാരിടം കൈനകം കൊണ്ടു പിളർന്നതും. 3 അടി മണ്ണ് ബലിയോടു യാചിച്ചു മൂലോകവും 3 അടിയായളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും. പൃഥ്വിപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായ ധാത്രീസുതവരനാകിയ രാഘവൻ. നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതും എന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ. നിർലജ്ജനാകയാൽ മൂഢജളപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക. രാമനു സോദരരായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരി വാക്കുകേട്ടൊരു രാവണൻ ചണ്ഡ പരാക്രമൻ ചൊന്നാനതു നേരം. പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തിയാൻ ഏകനായി കാനനെ. ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ, ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ.
പൂർവം രാമതപോവനാനുഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം വാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത് രാവണകുംഭകർണവദനം വേദസ്യ രാമായണം ശ്രീരാമായണം ഭജേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.